ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. വർക്ക് വെയർ ആയിട്ടെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരീസാണ് വരുന്നത് കേട്ടോ. സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ചെയിൻ സ്റ്റിച്ച് പാറ്റേണുള്ള വർക്കാണ് സാരിയിൽ വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. വീഡിയോ കണ്ടു നോക്കിയാലോ. വളരെ സോഫ്റ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ ഇട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന വർക്ക് വെയർ കളക്ഷൻസ് ആണ്. സെയിം ടൈം നല്ലൊരു ക്ലാസി ലുക്കും വരുന്നുണ്ട് സാരിക്ക്. കംഫർട്ട് വൈസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് ഫാബ്രിക്. കളർ പറയുകയാണെങ്കിൽ ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. ഐവറി ക്രീമിൽ നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടുള്ള വർക്ക് ആയിരിക്കും വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ക്ലോസറിൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേർപ്പിൾ ആണ് സാരിയുടെ കോമ്പിനേഷൻ. കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് പേർപ്പിൾ ആണ്. ഐവറി ക്രീം വിത്ത് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ. ഈ ഒരു ഡിസൈനിലായിരിക്കും ഫ്ലോറൽ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. ഇതായിരിക്കും പാറ്റേൺ വരിക. അതിൽ ആ ഒരു ഫോയിൽ മിറർ വർക്കും ചെയിൻ സ്റ്റിച്ചും വെച്ചിട്ടായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിസൈൻസ്. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ തന്നെ മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സും അതേ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. ചെറിയ ചെറിയ മോട്ടീവ്സും വരുന്നുണ്ട്, ബിഗർ മോട്ടീവ്സും വരുന്നത്. ആ ഒരു ബാദില മിറർ വർക്കും വരുന്നുണ്ട് സെൻറ്ററിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ലൈൻ പ്രിന്റ് വന്നിട്ട് അതിൽ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും. ബോർഡറിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഒരു 6 ആഗ് വേവി പാറ്റേണിലായിരിക്കും ആ ഒരു ബോർഡറിൽ ആ ഒരു ഡീറ്റെയിൽ വരിക. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. പല്ലുവിലും ഇതേ ആ ഒരു മോട്ടീവ്സ് തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ഒരു പേൾ ക്രീമാണ്. പേൾ ക്രീം വിത്ത് ആ ഒരു പേർപ്പിൾ ടോണിലായിരിക്കും കോമ്പിനേഷൻ. പല്ലു ഫുൾ അതേ ബാദില മിറർ വർക്കും ചെയിൻ സ്റ്റിച്ച് വർക്കിലായിരിക്കും വരുന്നത്. വിത്ത് ബ്ലൗസിലും ആ ഒരു ബാക്ക് പോർഷനിലും 2 സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും കേട്ടോ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസിൽ ആ വർക്ക് വരുന്നത്. ബാക്കിൽ നമ്മുടെ ആ സെന്റർ പോർഷനിലും വരും, 2 സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. സെയിം ബോഡി കളർ സെയിം തന്നെയാണ് കേട്ടോ. അതെ ഐവറി ക്രീം തന്നെയായിരിക്കും വരുന്നത്. ഇതിന്റെ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. സീ ബ്ലൂ ആണ്, അക്വ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും സെയിം ഡിസൈനിൽ തന്നെ ഇതേ കളറിലാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ അക്വ ബ്ലൂയിലായിരിക്കും ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ബാദില മിറർ വർക്ക് ആയിരിക്കും മിഡിലിൽ വരിക. ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് സിൽവറിലായിരിക്കും ചെയിൻ സ്റ്റിച്ച് വർക്ക് വരുന്നത് കേട്ടോ. ബോർഡറും ആ ഒരു ഡബിൾ ലൈൻ വരുന്നത് പ്രിന്റിലായിരിക്കും. ചെയിൻ സ്റ്റിച്ചിന്റെ പാറ്റേണിൽ സിൽവർ സെറിയിലായിരിക്കും വരുന്നത്. ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും കേട്ടോ ത്രൂ ഔട്ട് ദ ബോഡിയിൽ. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷൻ റണ്ണിങ് പല്ലു അക്വ ബ്ലൂയിലായിരിക്കും. അതേ വർക്കിൽ തന്നെ ആയിരിക്കും. ബാക്ക് പോർഷനിലും 2 സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. എല്ലാ കോമ്പിനേഷൻസും നല്ല നല്ല കോമ്പിനേഷൻ കേട്ടോ. വളരെ സോഫ്റ്റ് കോമ്പിനേഷൻ ആണ്. ഇതിൽ ആ ഒരു പേൾ ക്രീമിൽ ഒരു ലൈറ്റ് മോവ് ടോൺ ആണ്, ഒരു മോവ് ബ്ലെൻഡഡ് ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസിന്റെ മോട്ടീവ്സ് തന്നെ കേട്ടോ വരുന്നത്. ലൈറ്റ് മോവ് ടോണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. ഗ്രീൻ ലീവ്സ്, ഒരു കോപ്പർ സെറിയിലാണ് ആ ചെയിൻ സ്റ്റിച്ച് ബോർഡറും. അതിൽ ഒരു ബാദില മിറർ വർക്കും വരുന്നുണ്ട്. ബോർഡർ വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. സോഫ്റ്റ് സെമി ചന്തേരി ആട്ടോ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ സാരി. നമ്മളൊരു ലിനന്റെ എല്ലാം ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത്. വളരെ തിൻ ഫാബ്രിക്കാണ്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന വർക്ക് വെയർ കളക്ഷൻസ് ആണ്. മുന്താണി ഫുൾ വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. ബ്ലൗസ് ഇത്രയും നല്ലൊരു റിച്ച് ലുക്കിൽ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷന് വേണമെങ്കിൽ ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. കാരണം ബാക്ക് പോർഷനിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട്, 2 സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. എല്ലാ സാരീസിന്റെയും ബേസ് വരുന്നത് ഐവറി ക്രീം തന്നെയായിരിക്കും കേട്ടോ. കോമ്പിനേഷൻസ് മാറി വരും. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിന്റെ ആ ഒരു കളർ പാലറ്റ് മാറി വരും. ഇത് വരുമ്പോൾ ലാവൻഡർ ആണ് കോമ്പിനേഷൻ വരുന്നത്. ലാവൻഡറിലുള്ള ബോർഡർ വന്നിട്ട് ലൈറ്റ് ലാവൻഡർ ടോണിൽ തന്നെ ആയിരിക്കും കേട്ടോ. ലാവൻഡർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലായിരിക്കും സാരിയിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും സിൽവറിലായിരിക്കും ഒരു ചെയിൻ സ്റ്റിച്ചും ബാദില മിറർ വർക്കും വരുന്നുണ്ട്. ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് കേട്ടോ. വാല്യൂ ഫോർ മണി ഐറ്റം തന്നെ നമുക്ക് പറയാം. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പേൾ ക്രീമിൽ ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ ഗ്രീൻ ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലായിരിക്കും. ഗ്രീൻ ആ ഒരു ലീഫ് പാറ്റേൺസ് എല്ലാ സാരീസിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന്റെ കളേഴ്സ് ആയിരിക്കും മാറി മാറി വരിക. ഈ ഒരു സ്റ്റൈലാണ് ചെയിൻ സ്റ്റിച്ചിൽ ഒരു 6 ആഗ് പാറ്റേണിലുള്ള ബോർഡർ. മുന്താണി ഫുൾ വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. ആ ഒരു ലൈറ്റ് ടോണിലുള്ള ബ്രൗണിലായിരിക്കും കേട്ടോ വർക്ക് വരുന്നത്, ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു വന്നത്. സോഫ്റ്റ് സെമി ചന്തേരി ആയിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നത്. പേൾ ക്രീമാണ് എല്ലാ സാരീസിന്റെയും ബേസ്. കോൺട്രാസ്റ്റ് ആയിട്ട് കോമ്പിനേഷനും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിന്റെയും കളർ പാലറ്റും മാറി മാറി വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സാരി ലൈറ്റ് ലാവൻഡർ ആണ്. ഐവറി ക്രീം വിത്ത് ലൈറ്റ് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ കേട്ടോ.
ഇതിലും ആ ഒരു ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റർ ലാവൻഡർ ഗ്രേ ടോണിലായിരിക്കും ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വിത്ത് ചെയിൻ സ്റ്റിച്ച് വർക്ക് ആൻഡ് ബാദുല മിറർ വർക്ക്. ബോർഡർ, മുന്താണി ഫുൾ വർക്കിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബാക്ക് പോർഷനിലും 2 സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്.